ഇതൊരു മുട്ട പപ്സാണേ. പപ്സിൻ്റെ ഷീറ്റൊന്നും ഇല്ലാതെ നമുക്ക് മുട്ട പപ്സ് ഉണ്ടാക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ഞാൻ സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് എരിവ് കൂടുതലുള്ള കാരണം ഞാൻ 2 എടുത്തിട്ടുള്ളേ. ആ പച്ചമുളകും കൂടി ചെറുതാക്കി അരിഞ്ഞ് മാറ്റാം. ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി എടുക്കണില്ല. ഈ ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി വേണേ. കറിവേപ്പില ഞാനിങ്ങനെ ഇതിൽ കുപ്പിയിലിറക്കി വെച്ചേക്കണേന് 2 തണ്ട്, അപ്പോൾ അതിൽ നിന്ന് 2-3 തണ്ട് എടുക്കണേനെ. ഇത് ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു മുട്ടയും ഇത്തിരി ഉപ്പും പഞ്ചസാരയും. പഞ്ചസാര ഒരുപാടല്ല, ഇത്തിരി പാലും കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ എടുക്കുക കേട്ടോ. അത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അരിഞ്ഞ സവാളയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇടുക. ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി ചെറുതാക്കി ചോപ്പ് ചെയ്തിടുക. ഇത് മാഗിയുടെയൊക്കെ നൂഡിൽസ് വാങ്ങുമ്പോൾ കിട്ടുന്ന പാക്കറ്റില്ലേ, അതാണ് ഞാൻ ഇതിനെടുത്തേക്കുന്ന മസാല കേട്ടോ. 3 മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അത് 2 പാക്കറ്റ് അത് ഇട്ടിട്ടുണ്ട്. ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നതിന്. ഇവിടെ മല്ലി ആൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില മാത്രം ചേർക്കുന്നുള്ളൂ. എനിക്കൊന്ന് ചൂടാറാകുമ്പോഴേക്കാളും നമുക്ക് ദോശ പോലെ പരത്തിയെടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്കിൽ വെച്ച് മുട്ട പുഴുങ്ങിയിട്ട് അത് 2ആക്കി മുറിച്ചും കൂടി വെച്ചേക്കാം. എന്നിട്ട് ആ ഓരോ ഷീറ്റിലും സവാള വാട്ടിയത് വെച്ചിട്ട് ഓരോ മുട്ട അതിനകത്ത് പകുതി മുട്ടയോളം അതിനകത്തോട്ട് വെച്ച് ആ നമ്മൾ കലക്കിയ മാവില്ലേ, ആ മാവ് തന്നെ അതുമേലൊന്ന് തൂത്ത് കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ആ നമ്മൾ മൈദപ്പൊടി കൊണ്ടൊക്കെ ഒട്ടിക്കത്തില്ലേ, അതേപോലെ ആ നമ്മൾ കലക്കിയ ദോശയുടെ മാവ് അത് തന്നെ തേച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാനായിട്ട്. നമ്മളിത് പാനിൽ ചപ്പാത്തി പോലെ ചുട്ടെടുക്കണത് നല്ല നൈസായിട്ട് തന്നെ ചുട്ടെടുത്താലേ നമുക്കിത് അതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കട്ടിയുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വരത്തില്ല. നല്ല നൈസായിട്ട് നോൺ സ്റ്റിക്കിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുമല്ലോ, അതേപോലെ നോൺ സ്റ്റിക്കിൽ നല്ല നൈസായിട്ട് പരത്തിയിട്ട് കലക്കി ചുട്ട ചപ്പാത്തി എന്ന് പറയത്തില്ലേ, ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ചുടുന്നതിന് കലക്കി ചുട്ട ചപ്പാത്തി എന്നാണ്. ആ രീതിക്ക് ചുട്ടെടുക്കാം. 3 മുട്ടയാണ് ഞാൻ പുഴുങ്ങാൻ ഇട്ടേച്ചത്. അപ്പോൾ അങ്ങനെ എനിക്ക് 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ആ മടക്കിയ ഭാഗം താഴ്ത്ത് വരുന്ന രീതിയിൽ ആദ്യം ഇട്ട് മൊരിച്ചെടുക്കുന്നതിന്. സൈഡിൽ മൊരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കുത്തി നിർത്തിയിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ഒന്നുമല്ല, ഒരു മൊരിഞ്ഞെടുക്കുക. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ. അങ്ങനെ ഗോതമ്പ് പൊടിയുടെ കലക്കിച്ചുട്ട മാവിൽ മുട്ട പപ്സ് റെഡിയായി. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. അധികം ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് സ്നാക്സ് ആയിട്ടും, ഞങ്ങളുടെ ഇവിടെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുകയും. ഇത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒപ്പം ഇതൊന്ന് ട്രൈ ചെയ്തും കൂടി നോക്കണേ.